ഒരു ദുരന്തമുഖത്തിനെ അഭിമുഖീകരിക്കുന്നതും അതിജീവിക്കുന്നതും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യത്തെ അനുഭവമല്ല. എന്നാൽ തുരങ്കപാത മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുടെ തുടക്കമോ എന്നത് തീർത്തും ആശങ്കാജനകമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നാൽ ഇതിലും വലിയ ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തെ എങ്ങനെ ദുരന്ത ഭൂമിയാക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് വയനാട് തുരങ്കപാത നിർമ്മാണമെന്നും പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ തകിടം മറിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന വൻകിട നിർമ്മാണങ്ങൾ കള്ളാടിയിലും ആനക്കാംപൊയിലിലും ഇനിയും ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകർ ഒന്നടങ്കം. തുടക്കം മുതൽ തന്നെ കേരളത്തിൽ വയനാട് തുരങ്കപാതയ്ക്കെതിരെ പരാതിപ്പെട്ടവർ ഇവരെല്ലാമായിരുന്നു. ഉരുൾപൊട്ടലിന് സമാനമായ സംഭവമാണ് നിലവിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. മണ്ണു മാത്രമല്ല, കല്ലും മരങ്ങളും അടക്കം കടപുഴക്കിക്കൊണ്ട് അതിവേഗത്തിലാണ് മലയിടിഞ്ഞു വന്നിട്ടുള്ളത്. മണ്ണ് പോലും സുരക്ഷിതമായി പിടിച്ചു നിർത്താൻ കഴിയാത്ത പ്രദേശത്താണ് ഇത്രയധികം സങ്കീർണമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തുരങ്കമുഖ നിർമ്മാണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ പോലും ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നാൽ ഇതിലും വലിയ ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കും വരും. തികഞ്ഞ അനാസ്ഥയും ലാഘവത്വവും ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.